സോ എർത്ത് 4500 മില്യൺ ഇയേഴ്സ് എഗോ ആണ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് പറയപ്പെടുന്നു. സോ അന്ന് ഈ എർത്ത് ഒറിജിനേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞു ഒരു ഗ്ലോയിങ് ഫയർ പോലെയായിരുന്നു. അതിനുശേഷം ഒരുപാട് ചേഞ്ചുകൾ. സോ ആ മോൾട്ടൺ മാസ് ഫോമിലാണ് എലമെൻറ്റ്സ് വേപ്പർ ഗ്യാസ് ഫോമിലുണ്ടായിരുന്നു. ഒരുപാട് പ്രോഗ്രസീവ് ചേഞ്ചുകൾ ഈ എലമെൻറ്റ്സിൽ നടന്നിട്ടാണ് എർത്തിൽ ലൈഫ് ഫോം ഒറിജിനേറ്റ് ചെയ്തത്. അതാണ് നമ്മളിനി പറയാൻ പോണത്. സോ ആസ് ദ ഇയേഴ്സ് പാസ്റ്റ് ഈ ഗ്ലോയിങ് ഫയർ പോലെയുള്ള എർത്തിൽ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആസ് ദ ഇയേഴ്സ് പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എർത്ത് കൂളാവാൻ തുടങ്ങി. എർത്ത് കൂൾഡ് ആൻഡ് സോളിഡ് ക്രസ്റ്റ് ആവാൻ തുടങ്ങി. കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ ഈ എർത്ത് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്തായി, കുറച്ചും കൂടി ആ ചൂട് ആ ഗ്ലോയിങ് ഫയർ മാറി കൂളാവാൻ തുടങ്ങി, തണുക്കാൻ തുടങ്ങി. അതിനുശേഷം അതൊരു സോളിഡ് ക്രസ്റ്റായി മാറാൻ തുടങ്ങി, സോളിഡ് ക്രസ്റ്റ് ഫോം. അപ്പോൾ ഉണ്ടായ കുറച്ച് റിയാക്ഷൻസാണ് ആ സമയത്ത് ഉണ്ടായിരുന്ന റിയാക്ഷൻ. സോ അവിടെയുള്ള ഹൈഡ്രജൻ, അവിടെ ഉണ്ടായിരുന്ന എലമെൻറ്റ് ഫോമുള്ള ഹൈഡ്രജൻ നൈട്രജനുമായിട്ട് കമ്പൈൻ ചെയ്തു, അമോണിയ ഫോം ചെയ്തു. ഹൈഡ്രജൻ കാർബണുമായിട്ട് കമ്പൈൻ ചെയ്ത് മീഥെയിൻ ഫോം ചെയ്തു. അതുപോലെ ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് വാട്ടറായിട്ട് മാറി. സോ അമോണിയ, മീഥെയിൻ, വാട്ടർ, അല്ലെങ്കിൽ വാട്ടർ വേപ്പർ ഫോമിലാണ്. സോ ഇത്രയും റിയാക്ഷൻസ് അപ്പോൾ നടന്നു. സോ നമ്മുടെ എർത്തിന് ചുറ്റും ആ കവറിങ് പോലെയുള്ള ആ മോൾട്ടൺ മാസ് ഫോമിലാണ് ഈ എലമെൻറ്റുകൾ ഇരുന്നിരുന്നത് നമ്മൾ പറഞ്ഞിരുന്നു ആ ഗ്ലോയിങ് ഫയർ ആയിട്ടിരുന്നപ്പോൾ. സോ മോൾട്ടൺ മാസ് കവേർഡ് ദ എർത്ത് സർഫസ്, എർത്തിൻ്റെ സർഫസിൽ കവർ ചെയ്തിരുന്ന ചുറ്റി നിന്നിരുന്ന ഈ മോൾട്ടൺ മാസ് ഓഫ് എലമെൻറ്റ്സ് എന്ത് ചെയ്തു, റിലീസ്ഡ്. ഈ പറഞ്ഞ റിയാക്ഷൻ പ്രകാരം ഈ മോൾട്ടൺ മാസുള്ള ഈ എലമെൻറ്റ്സുകൾ ഈ റിയാക്ഷൻ പ്രകാരം റിലീസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, വാട്ടർ വേപ്പർ റിലീസ് ചെയ്തു, മീഥെയിൻ റിലീസ് ചെയ്തു, അമോണിയ റിലീസ് ചെയ്തു, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ്. സോ മീഥെയിൻ, അമോണിയ ആൻഡ് വാട്ടർ വേപ്പർ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നീ ഇതിനെയൊക്കെ ഈ മോൾട്ടൺ മാസിൽ നിന്ന്, എർത്തിൻ്റെ മോൾട്ടൺ മാസ് കവർ ചെയ്തതിൽ നിന്ന് റിലീസ് ചെയ്യാൻ തുടങ്ങി. സോ ഇതുപോലെ നമ്മുടെ അൾട്രാ വയലറ്റ് റേസ്, അന്ന് നമ്മുടെ അൾട്രാ വയലറ്റ് സണ്ണിൽ നിന്ന് കിട്ടുന്ന സോളാർ സിസ്റ്റം ഡെവലപ്പ് ചെയ്തതോടുകൂടി ആ സണ്ണിൽ നിന്ന് അൾട്രാ വയലറ്റ് റേസ് എനർജി ആയിട്ട് കിട്ടാൻ തുടങ്ങി. സോ അൾട്രാ വയലറ്റ് റേസ് സണ്ണിൽ നിന്ന് റിലീസ് ചെയ്ത് എന്ത് ചെയ്തു, നമ്മുടെ ഈ വാട്ടറിനെ എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. വാട്ടറിനെ ബ്രേക്ക് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് ബ്രേക്ക് ചെയ്തു. അപ്പോൾ അവിടെ ഉണ്ടായ ലൈറ്റ് ഹൈഡ്രജൻ പാർട്ടിക്കിൾസൊക്കെ അവിടെ അറ്റ്മോസ്ഫിയറിലേക്ക്, അവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ അതിലേക്ക് തന്നെ എസ്കേപ്ഡ് ആവാൻ തുടങ്ങി. സോ ഒരുപാട് വർഷം കഴിഞ്ഞപ്പോൾ എർത്തിൻ്റെ സർഫസ് കൂളാവുകയും അതൊരു സോളിഡ് ക്രസ്റ്റ് ആവുകയും ചെയ്തു. സോ ഒരുപാട് റിയാക്ഷൻസ് ആ മോൾട്ടൺ മാസിൽ ഒരുപാട് റിയാക്ഷൻസ് നടന്ന് ആ റിയാക്ഷൻസ് പ്രകാരം വാട്ടർ വേപ്പറും മീഥെയിനും അമോണിയ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ആ മോളിക്യൂൾസ് അല്ലെങ്കിൽ അതൊക്കെ എലമെൻസുകളൊക്കെ ആ ഫോമിൽ റിലീസ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് നമുക്ക് ഈ പറഞ്ഞ ലൈഫ് ഫോം ചെയ്യാൻ പാകത്തിനുള്ള എനർജി, അവിടെ അതിന് വേണ്ടിയിട്ട് എനർജി കിട്ടിയിരുന്നത്, ഈ റിയാക്ഷൻസിനൊക്കെ ഉള്ള എനർജി കിട്ടിയിരുന്നത് അൾട്രാ വയലറ്റ് റേസ്, സണ്ണിൽ നിന്ന് അൾട്രാ വയലറ്റ് റേസും അതുപോലെ ഇലക്ട്രിക്കൽ ഡിസ്ചാർജിൽ നിന്നും എനർജി കിട്ടിയിരുന്നു, ലൈറ്റനിങ് വഴി. സോ ലൈറ്റനിങ്ങിൽ നിന്നുള്ള ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് വഴിയും അതുപോലെ സണ്ണിൽ നിന്ന് UV റേസുമാണ് എനർജിയായിട്ട് യൂട്ടിലൈസ് ചെയ്തിരുന്നത്. സോ എർത്ത് വീണ്ടും കണ്ടിന്യൂ ടു കൂൾ, വീണ്ടും തണുത്തുകൊണ്ടേയിരുന്നു, കണ്ടിന്യൂ ടു കൂൾ. അങ്ങനെ വീണ്ടും തണുത്ത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തണുത്ത് എന്ത് ചെയ്തു, വാട്ടർ വേപ്പർ കണ്ടൻസ്ഡ് ആവാൻ തുടങ്ങി. നമ്മൾ പറഞ്ഞു വാട്ടർ വേപ്പറായിട്ട് മാറിയിട്ടുണ്ട്. സോ വാട്ടർ വേപ്പർ കണ്ടൻസ്ഡ് ആവാൻ തുടങ്ങി, കൺട്രാക്റ്റഡ് ആയിട്ട് എന്തായി മാറി, റെയിനായിട്ട്, മഴയായി മാറാൻ തുടങ്ങി. സോ എർത്ത് വീണ്ടും തണുത്ത് അവിടെയുള്ള വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്ത് അത് എന്തായി മാറി, റെയിൻ, മഴയായിട്ട് രൂപാന്തരപ്പെട്ടു. ഈ റെയിനൊക്കെ എന്ത് ചെയ്തു, അക്യൂമുലേറ്റഡ് ഇൻ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ആ കുഴികൾ, ഡിപ്രഷൻസ് ആൻഡ് ഗേവ് റൈസ് ടു വാട്ടർ ബോഡീസ്. ഈ പറഞ്ഞ മഴയായിട്ട് റെയിൻ ഫോമിൽ വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്ത് മാറിയതൊക്കെ ആ എർത്തിൻ്റെ തന്നെ സർഫസിലുള്ള ഡിപ്രഷൻസിൽ ഈ പറഞ്ഞ വാട്ടർ ബോഡീസ് എന്ത് ചെയ്തു, അക്യൂമുലേറ്റഡ് ആവാൻ തുടങ്ങി. സോ അക്യൂമുലേറ്റഡ് ഇൻ ഡിപ്രഷൻസ് ഗേവ് റൈസ് ടു വാട്ടർ ബോഡീസ്, വാട്ടർ ബോഡിയായിട്ട് ഈ റെയിനൊക്കെ എന്തായത്, മഴയൊക്കെ വാട്ടർ ബോഡീസായിട്ട് ഡിപ്രഷൻസിൽ ഫോം ചെയ്തു, രൂപപ്പെട്ടു. അതിനുശേഷം എന്തുണ്ടായി, നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള കോമ്പൗണ്ടുകൾ, നമ്മൾ ഈ റിലീസ് ചെയ്ത ഈ കോമ്പൗണ്ട്, അറ്റ്മോസ്ഫിയറിലുള്ള കോമ്പൗണ്ടുകൾ, അതുപോലെ ഇൻഓർഗാനിക് സോൾട്ടുകൾ, അതുപോലെ മിനറൽസ് ആൻഡ് ഡിസോൾവ് ഇൻ ദീസ് വാട്ടർ ബോഡീസ്. ഈ റെയിൻ വാട്ടർ ഫോം ചെയ്തിപ്പോൾ
വാട്ടർ ബോഡീസ് ആയിട്ട് മാറി. എവിടെ? ആ ഡിപ്രഷൻസിലൊക്കെ, ആ ഇങ്ങനെ ഗർത്തങ്ങളിലൊക്കെ വാട്ടർ ബോഡീസ് ഫോം ചെയ്തു. ഈ വാട്ടർ ബോഡീസിൽ നേരത്തെ നമ്മൾ റിലീസ് ചെയ്തു എന്ന് പറഞ്ഞിരുന്നില്ലേ, അറ്റ്മോസ്ഫിയറിക് കോമ്പൗണ്ടുകൾ റിലീസ് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ ഇൻഓർഗാനിക് സോൾട്ടുകൾ, മിനറൽസ്, ആ റിലീസ് ചെയ്ത അവരൊക്കെ കൂടി ഈ വാട്ടർ ബോഡീസിൽ ഡിസോൾവ് ലയിക്കാൻ തുടങ്ങി. എന്നിട്ട് അതെന്തായി മാറി? ഒരു ഓഷ്യനായിട്ട് രൂപാന്തരപ്പെട്ടു. സോ റെയിൻ ആയിരുന്നു, ആ റെയിൻ എന്താ ഇപ്പോൾ ഓഷ്യൻ ഫോമിലായി മാറി. ഇനി പിന്നീട് അൾട്രാവയലറ്റ് റേസും ഇതേ എനർജി, അൾട്രാവയലറ്റ്സും നമ്മുടെ ഇലക്ട്രിക്കൽ ഡിസ്ചാർജസ് വഴിയും, അൾട്രാവയലറ്റ്സും ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ലൈറ്റനിങ് വഴിയും സണ്ണിൽ നിന്ന് കിട്ടുന്ന അൾട്രാവയലറ്റ് റേസും വഴിയും ഈ ഓഷ്യനിലുള്ള ഈ കോമ്പൗണ്ടുകളുണ്ടല്ലോ, ഓഷ്യനിൽ ഇതൊക്കെ ഡിസോൾവ്, ഓഷ്യനിലുള്ള ഈ മോളിക്യൂളുകൾ തമ്മിൽ റിയാക്ട് ചെയ്യാൻ തുടങ്ങി. മോളിക്യൂൾസ് റിയാക്ട് വൺ അനദർ ഇൻ ദ പ്രസൻസ് ഓഫ് അൾട്രാവയലറ്റ് റേസും അതുപോലെ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ്. ഈ എനർജിയുടെ സഹായത്തോടു കൂടി ഓഷ്യനിൽ ഡിസോൾവ് ആയിട്ടുള്ള മോളിക്യൂൾസ് തമ്മിൽ റിയാക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും എർത്തിൻ്റെ സർഫസ് കൂൾ ചെയ്യാൻ തുടങ്ങി, വീണ്ടും ഒന്നുകൂടി തണുക്കാൻ തുടങ്ങി. 50 to 60 ഡിഗ്രി സെൽഷ്യസ് വരെ വീണ്ടും തണുക്കാൻ തുടങ്ങി. സോ ഇവിടെ നമ്മൾ പറഞ്ഞ മോളിക്യൂൾസ് തമ്മിൽ റിയാക്ട് ചെയ്ത് പുതിയ പുതിയ കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ, മോളിക്യൂൾസ് ആൻഡ് മിനറൽസ് ഇൻ ഓഷ്യൻസിലുള്ള ആ മോളിക്യൂൾസും അതുപോലെ ഇൻഓർഗാനിക് ആയിട്ടുള്ള സോൾട്ടുകളും അതൊക്കെ എന്ത് കമ്പൈൻ ചെയ്തു, തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു. വീണ്ടും അവർ വേറെ കോമ്പിനേഷനോട് കൂടി, കോമ്പിനേഷൻ ആൻഡ് റീകമ്പൈൻ, കമ്പൈൻഡ് ആൻഡ് റീകമ്പൈൻ ഫോം ചെയ്യുന്നു. വീണ്ടും വേറെ ഏതെങ്കിലുമായിട്ട് ആഡ് ചെയ്യുന്നു, കമ്പൈൻ ചെയ്യുന്നു, വീണ്ടും ഏതെങ്കിലുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അങ്ങനെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് കമ്പൈൻഡ് ആൻഡ് കമ്പൈൻ എന്തായിട്ട് മാറി? സിമ്പിൾ ഓർഗാനിക് മോളിക്യൂളുകളായിട്ട് മാറി. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾ ഏതൊക്കെയാണ്? ആ സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾ നമ്മുടെ അമിനോ ആസിഡ്, പ്രോട്ടീൻ എന്ന് പറഞ്ഞ ആ കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂളിൻ്റെ സിമ്പിൾ ഫോം ഏതാണ്? അമിനോ ആസിഡ്. പിന്നെ നൈട്രോജീനസ് ബേസുകൾ, പ്യൂരിൻ, പിരമിഡിൻ, നമ്മുടെ ന്യൂക്ലിയോട്ടൈഡായിട്ട് മാറാനുള്ള അല്ലെങ്കിൽ DNA ആയ ന്യൂക്ലിക് ആസിഡായിട്ട് മാറാനുള്ള സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ടാണ് നൈട്രോജീനസ് ബേസ്. പിന്നെ ഷുഗർ, കാർബോഹൈഡ്രേറ്റ് ആയിട്ട് മാറാനുള്ള കോംപ്ലക്സ് ഫോമുള്ള കാർബോഹൈഡ്രേറ്റ് ആവാനുള്ള സിമ്പിൾ ഫോമാണ് ഷുഗർ. പിന്നെ ഗ്ലിസറോൾ, ഫാറ്റി ആസിഡ്, ലിപ്പിഡായിട്ട് മാറാനുള്ള ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡ്. അപ്പോൾ ഏറ്റവും ആദ്യം ഈ എർത്തിൽ ഫോം ചെയ്ത് എന്താണ്? സിമ്പിൾ ഓർഗാനിക് മോളിക്യൂളുകളാണ് ആദ്യം ഫോം ചെയ്ത്, സിമ്പിൾ ഓർഗാനിക്. ബിക്കോസ് ഈ സിമ്പിൾ ഓർഗാനിക് മോളിക്യൂളാണ് വീണ്ടും കമ്പൈൻ ചെയ്ത് ഒരു കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂളായ ഈ പറഞ്ഞ പ്രോട്ടീൻ, അതുപോലെ നമ്മുടെ ന്യൂക്ലിക് ആസിഡ്, അതുപോലെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഫാറ്റി ആസിഡുകളായിട്ട് മാറപ്പെടുന്നത്. സോ ഇങ്ങനെയാണ് എർത്തിൽ ആ ലൈഫ് ഫോം ചെയ്യാനുള്ള സിറ്റുവേഷൻ. സോ വൺസ് വാട്ടർ ബോഡീസ് ഫോം ചെയ്തപ്പോൾ തന്നെ ആ മോളിക്യൂൾസ് റിയാക്ട് ചെയ്ത് ലൈഫ് ഫോം ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുകയാണ് ചെയ്തത്. സോ ഒരുപാട് വർഷം കഴിഞ്ഞപ്പോൾ എർത്ത് തണുത്ത് അതിൽ നിന്ന് ഒരുപാട് എർത്തിൻ്റെ ആ മോൾട്ടൻ മാസിൽ നിന്ന് റിയാക്ഷൻ നടന്ന് എർത്തിൽ നിന്ന് റിലീസ് ചെയ്ത ഇതൊക്കെയാണ് അമോണിയ, മീഥേൻ ആൻഡ് വാട്ടർ. അതിൽ വാട്ടർ വേപ്പറിനെ നമ്മുടെ അൾട്രാവയലറ്റ് റേസാണ് എന്ത് ചെയ്തത്? ബ്രോക്ക് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനുമായി സ്പ്ലിറ്റ് ചെയ്ത് ലൈറ്റ് ഹൈഡ്രജൻ പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ എലിമെൻസിനെ എസ്കേപ്പ് ചെയ്തത്. ഈ അമോണിയ, മീഥെയിൻ അതുപോലെ വാട്ടർ വേപ്പറുകൾ ഇപ്പോൾ ഒരുപാട് എർത്തിൽ നിൽക്കുന്നു. അതിനെ നമ്മുടെ അൾട്രാവയലറ്റ് റേസും അതുപോലെ ഇലക്ട്രിക്കൽ ഡിസ്ചാർജിൻ്റെ സഹായത്തോടു കൂടി എർത്ത് വീണ്ടും തണുത്ത് തുടങ്ങിയിട്ട് എന്തായി? വാട്ടർ വേപ്പർ ഇപ്പോൾ ഫോം ചെയ്ത് ആ വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്ത് റെയിനായിട്ട് ഫോം ചെയ്തു. ആ റെയിന് ഡിപ്രഷൻസിൽ അക്യുമുലേറ്റഡ് ആയിട്ട് വാട്ടർ ബോഡീസ് ആയിട്ട് ഫോം ചെയ്തു. പിന്നെ അതുപോലെ ഈ വാട്ടർ ബോഡീസിൽ അറ്റ്മോസ്ഫിയറിലെ കോമ്പൗണ്ടുകളും ഇൻഓർഗാനിക് സോൾട്ടുകളും മിനറൽസും ഒക്കെ അതിൻ്റെ കൂടെ ഡിസോൾവ് ചെയ്ത് അത് ഓഷ്യനായി മാറി. ആ ഓഷ്യനിൽ എന്താണ്? നമ്മുടെ അൾട്രാവയലറ്റ് റേസിൻ്റെയും ഇലക്ട്രിക്കൽ ഡിസ്ചാർജസിൻ്റെയും സഹായത്തോടു കൂടി ഈ ഓഷ്യനിൽ ഡിസോൾവ് ആയിട്ടുള്ള മോളിക്യൂൾസുകൾ, അതായത് നമ്മുടെ മിനറൽസ്, ആ മോളിക്യൂൾസുകളൊക്കെ തമ്മിൽ റിയാക്ട് ചെയ്യാൻ തുടങ്ങി. കമ്പൈൻഡ് ആൻഡ് റീകമ്പൈൻഡ്, വീണ്ടും റിയാക്ഷൻസ് നടന്ന് അവർ വെറും സിമ്പിളായിട്ട് ഏറ്റവും ബേസിക് ലെവലിലുള്ള സിമ്പിൾ ഫോം ഓഫ് ഓർഗാനിക് മോളിക്യൂൾസുകൾ പ്രൊഡ്യൂസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ അമിനോ ആസിഡ്, നൈട്രോജീനസ് ബേസ്, ഷുഗേഴ്സ്, ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡ്. ഭാവിയിൽ അല്ലെങ്കിൽ അത് കോംപ്ലക്സ് പ്രോട്ടീനുകളായിട്ടും കാർബോഹൈഡ്രേറ്റുകളായിട്ടും ലിപ്പിഡുകളായിട്ടും ന്യൂക്ലിക് ആസിഡുകളുമായിട്ട് മാറാനുള്ള അതിൻ്റെ സിമ്പിൾ ഓർഗാനിക് മോളിക്യൂളുകൾ ആദ്യം ഫോം ചെയ്തു.